അങ്ങനെ സംവിധായകനും ബിഗ് ബോസ് വിജയമായ അഖിൽ മാരാർ 2020 എന്ന പാർട്ടി വിട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള ട്രോളുകളും അധിക്ഷേപങ്ങളും അതുപോലെ പരിഹാസങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നത്. പാർട്ടിയിൽ യാതൊരു വിധത്തിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല എന്നും ഇത്തരമൊരു അന്തരീക്ഷത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ഒരുമിച്ച് സഹകരിച്ചു പോകാൻ പോലും സാധിക്കില്ലെന്നും വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അഖിൽ മാരാരുടെ ഈ പടിയിറക്കം ഉണ്ടാകുന്നത്. എന്നാൽ വെറുമൊരു രാജിക്കെല്ലാം അപ്പുറം 2020 പാർട്ടി അധ്യക്ഷൻ സാബു ജേക്കബിനെതിരെയും അവരുടെ പാർട്ടി പ്രതീകമായ ചക്കച്ചിഹ്നത്തെയും ഒപ്പം ചക്കച്ചിഹ്നത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോയി ഒടുവിൽ കൈപൊള്ളി തിരികെ വരേണ്ടി വന്ന അഖിൽ മാരാരെയും ഒരുപോലെ വിചാരണ ചെയ്യുന്ന തരത്തിലാണ് ഈ വിഷയം മാറിയിരിക്കുന്നത്. 2020 എന്ന പ്രസ്ഥാനം സാബു ജേക്കബിൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന ഒന്നാണെന്നാണ് അഖിൽ മാരാർ പരസ്യമായി തുറന്നടിച്ചിരിക്കുന്നത്. ജനക്ഷേമത്തിന് വേണ്ടിയോ അതുപോലെ ജനാധിപത്യപരമായ രീതിയിലോ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലല്ല, മറിച്ച് കേവലം താൻ കേന്ദ്രീകൃതമായ ഒരു കമ്പനിയായിട്ടാണ് സാബു ഈ പാർട്ടിയെ കൊണ്ടു നടക്കുന്ന ഗൗരവമായ കാര്യമാണ് അഖിൽ മാരാർ വെളിപ്പെടുത്തുന്നത്. ചക്കച്ചിഹ്നവും പിടിച്ച് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അഖിൽ മാരാർക്ക് ഒടുവിൽ കിട്ടിയത് ചക്കപ്പഴത്തിൻ്റെ മധുരമൊന്നുമല്ല, മറിച്ച് സാബു ജേക്കബിൻ്റെ വക നല്ല ഒന്നാം തരം രാഷ്ട്രീയ പണിയാണെന്നാണ് ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത. ഈ വിഷയത്തിന്റെ വേരുകളിലേക്ക് പോയാൽ തന്നെ മനസ്സിലാകും, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അഖിൽ മാരാർ 2020യുമായി സഹകരിക്കാൻ തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ വാഗ്ദാനങ്ങളും അതുപോലെ പഴുത്ത ചക്കയുടെ മധുരം പോലെയുള്ള ഉറപ്പുകളുമൊക്കെയാണ് അദ്ദേഹത്തിന് സാബു ജേക്കബ് നൽകിയിരുന്നത്. കൊല്ലം ജില്ലക്കാരായ അഖിലിന് കൊട്ടാരക്കര സീറ്റ് ഉറപ്പ് നൽകിയാണ് സാബു ജേക്കബ് തന്നെ പാർട്ടിയിലേക്ക് എത്തിച്ചതെന്നാണ് അഖിൽ മാരാർ വെളിപ്പെടുത്തുന്നത്. എന്നാൽ അഖിലിന് ചക്കപ്പഴം തരാമെന്ന് പറഞ്ഞ് ആശ കാണിച്ച് വളരെ നാടകീയമായ ആ വാഗ്ദാനം മാറ്റിമറിച്ചുകൊണ്ട് കൊട്ടാരക്കരയിൽ രശ്മിയെ സ്ഥാനാർത്ഥിയാക്കുകയാണ് സാബു ചെയ്തത്. ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള വഞ്ചനയാണ് നടന്നതെന്നാണ് അഖിൽ മാരാർ പറയുമ്പോൾ, കൊട്ടാരക്കരയിൽ താൻ വൻ വിജയം നേടുമെന്ന് വ്യാമോഹിച്ച അഖിലിൻ്റെ രാഷ്ട്രീയ അമളിയാണ് അവിടെ തെളിഞ്ഞു കാണുന്നത്. സാബു ജേക്കബുമായി വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ തൻ്റെ കയ്യിൽ ഭദ്രമായി ഉണ്ടെന്ന് അഖിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അത്തരം ചാറ്റുകൾ മാത്രം വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച അഖിലിൻ്റെ അപക്വമായ രാഷ്ട്രീയം കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സീറ്റ് ഉറപ്പ് നൽകിയ ശേഷം അത് ലംഘിച്ച് ലക്ഷ്മിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇതേക്കുറിച്ച് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരനോട് അഖിൽ മാരാർ നേരിട്ട് ചോദിക്കുകയുണ്ടായി. എന്നാൽ കാര്യങ്ങൾ തിരക്കിയ അഖിലിനോട് അയ്യോ അത് മറന്നുപോയി എന്നുള്ള വളരെ അനായാസമായ മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒരു സീറ്റിന്റെ കാര്യം മറന്നുപോയി എന്ന് പറയുമ്പോൾ അഖിലിന്റെ രാഷ്ട്രീയ ആഗ്രഹങ്ങളെല്ലാം ഈ നേതാക്കൾക്ക് നൽകിയ വില എത്രത്തോളമാണെന്ന് വ്യക്തമാവുന്നതാണ്. അതിനുശേഷവും അഖിൽ മാരാറിന് തൃപ്പൂണിത്തുറ സീറ്റ് നൽകണമെന്ന് BJP നേതൃത്വം നിർദ്ദേശിക്കുകയും ഇതിൽ RSSന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സാബു ജേക്കബ് അഖിലിന് നൽകിയ തൃക്കാക്കര സീറ്റായിരുന്നു. എന്തുകൊണ്ട് ഇത്തരമൊരു മാറ്റമെന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിൽ നിന്നും എഴുതി വന്നത് ഇങ്ങനെയാണെന്ന സാങ്കേതിക ന്യായമാണ് സാബു അഖിലിന് മുന്നിൽ നിർത്തിയത്. സാബു ജേക്കബ് എന്ന കമ്പനി മുതലാളി ഡൽഹിയിലെ കത്ത് കാണിച്ച് അഖിലിനെ പറ്റിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഒടുവിൽ തൃക്കാക്കരയിൽ ചക്കച്ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയെ മത്സരത്തിലിറങ്ങാൻ അഖിൽ മാരാർ നിർബന്ധിതനാവുകയായിരുന്നു. തൃക്കാക്കരയിൽ വലിയ രീതിയിലുള്ള പാർട്ടി സംവിധാനവും ആയിരക്കണക്കിന് പ്രവർത്തകരുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സാബു കൊടുത്ത തള്ളുകളിൽ പൂർണ്ണമായി വീണ അഖിൽ വലിയ ആവേശത്തിൽ അങ്ങോട്ട് വണ്ടി കയറി. എന്നാൽ യഥാർത്ഥത്തിൽ പ്രചരണത്തിന് ചെന്നിറങ്ങിയപ്പോഴാണ് അവിടുത്തെ കൈപ്പേറിയ സത്യം അഖിൽ മനസ്സിലാക്കുന്നത്. അവിടെ പ്രചരണത്തിന് കൂടെ നിൽക്കാൻ കേവലം 2 പേർ മാത്രമാണ് അഖിലിനൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ള അങ്ങേറ്റം ഹാസ്യപരമായ വസ്തുതയാണ് പുറത്തു വരുന്നത്. ഈ 2 അണികളെയും കൂട്ടി തൃക്കാക്കര മുഴുവൻ ചക്കയും പിടിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചിരുന്ന അഖിൽ മാരാരുടെ അവസ്ഥ അതോർത്ത് ചിരിക്കണോ അതോ കരയണോ എന്നറിയാതെ അവസ്ഥയിലായിരുന്നു നാട്ടുകാരെല്ലാം കൂടി. ഇതിൽ ആദ്യം നമുക്ക് അഖിൽ മാരാർക്ക് പറയാനുള്ളത് കേൾക്കാം, അതിനുശേഷം ബാക്കി പറയാം. അല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് അദ്ദേഹം പോട്ടെ, ഞാൻ അദ്ദേഹവുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ആവശ്യമില്ല. എന്റെ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൃഷ്ണകുമാർ ഞാനിത് മാർച്ച് 15 എന്റെ ഫോൺ കിടത്തെ മാർച്ച് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഇത് ഇന്ന് പറയുന്നതല്ല. വയറിനായി മാർച്ച് 15 ഞാൻ അയച്ച മെസ്സേജാണ്. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാമെങ്കിൽ മാത്രം നമുക്കിരിക്കാം. ഞാൻ 2020 പാർട്ടിക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുമെങ്കിൽ മാത്രം സാറിന് എന്നെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. എന്തുകൊണ്ടാണ് 1 മാസത്തിനുള്ളിൽ നിന്ന് തന്നെ നിങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നതെന്ന സത്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞ ശേഷം ഞാനായി മുന്നോട്ട് പോകും. ജീവിതത്തിൽ പറ്റിയ വലിയൊരു തെറ്റ് സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇത് മാർച്ച് 15 ഞാൻ പുള്ളിക്ക് അയച്ച മെസ്സേജാണ്. ഫെബ്രുവരി 11 ഞാൻ ഇദ്ദേഹത്തിന്
അതായത് ഈ കൺഫർമേഷൻ പറയുന്ന സമയത്ത് ഞാൻ അന്ന് ഇദ്ദേഹത്തിന് അയക്കുന്ന മെസ്സേജ്, ഹിയർ ഐ ആം കൺഫേമിംഗ് ടു ജോയിൻ 2020 ആസ് പെർ അവർ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. പ്ലീസ് കൺഫേം ദ കൊട്ടാരക്കര അസംബ്ലി ആൻഡ് അറേഞ്ച് എ ഗ്രേറ്റ് എൻട്രി. ഇത് ഫെബ്രുവരി 11 അയക്കുന്നതാണ്. തുടർന്ന് അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് കൊട്ടാരക്കര സീറ്റിന്റെ കാര്യത്തെക്കുറിച്ച്. ഇലക്ഷന് മുൻപ് തന്നെ അകന്നു. ഇലക്ഷന് മുൻപ് തന്നെ അകന്നു. പക്ഷേ എന്റെ ഇനി രാജീവ് ചന്ദ്രശേഖരനും ഞാൻ ഇതേ മെസ്സേജ്, അതായത് മാർച്ച് 11 ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ അയക്കുന്ന മെസ്സേജാണ്. സാർ, ഐ ആം കറന്റ്ലി ഇൻ എ സിറ്റുവേഷൻ വെയർ ഐ ഫീൽ ഐ ഹാവ് ബീൻ caught in a big betrayal. Even though there was a possibility for me to get a seat in Congress, the reason I decided to join 2020 was the assurance given by Sabu Jacob that Kottarakara seat would be given to me. He had clearly told me that Rajiv Etan and had agreed to give the Kottarakara seat to 2020. Now seeing what happened, I do not know whether Sabu Jacob cheated me or whether BJP cheated Sabu Jacob. All I know is that my life has been pushed into a very difficult situation. My career, my income, my credibility, my word, and even my family have all been affected because of this. I can explain everything in detail when we will meet in person. I just wanted to inform you about these matters. എന്ന് മാർച്ച് 11 അയച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഈ വിഷയം ഞാൻ അദ്ദേഹത്തിന് അയച്ചു. സാർ, ദിസ് ഈസ് അഖിൽ മാരാർ, ഈ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് പബ്ലിക്കായിട്ട് പറയുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അദ്ദേഹത്തെ ഈ വിഷയം അറിയിച്ചു. എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാബു ജേക്കബിന്റെ 2020 വൈസ് പ്രസിഡന്റിനോടും ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. കാരണം അതായത് കുറെ നാളുകൾക്ക് ശേഷം ഇവര് നമ്മളെ വിളിച്ചു. ഏതാണ്ട് ഒരു 10-30 ദിവസങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു, ഏകദേശം ഒരു മാസം മുന്നേ എന്നെ ഒന്ന് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കാം എന്ന് ഞാൻ പറഞ്ഞു. വിളിച്ചിട്ട് നമുക്കൊന്ന് ഇരിക്കണ്ട എന്നൊക്കെ ചോദിച്ചു. അത് സാബു ജേക്കബ് അല്ല വിളിച്ചത്. ഞാൻ സാബു ജേക്കബിനോട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം വേണ്ട എന്ന് വെച്ച ഒരാളല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളിത് കാരണം എനിക്ക് നമ്മുടെ ജീവിതത്തിൽ എന്റെ എല്ലാ തീരുമാനങ്ങളും ഏറ്റവും മികച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ എന്നെ ചതിക്കപ്പെട്ട ഈ ഒരു തീരുമാനം ഒഴിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം ഞാൻ സാബു ജേക്കബിന് അയച്ച മെസ്സേജ്, കട്ടയ്ക്ക് കൂടെ നിൽക്കാം, 2020 ജില്ലാ പ്രസിഡന്റായിട്ട് കൊല്ലം തന്നെ വെക്കൂ. കാര്യം പുള്ളി വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അയച്ചത്. ആദ്യം ഞാൻ വിളിച്ചപ്പോൾ എടുത്തില്ല. പുള്ളി ഇനി വിചാരിച്ചു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കൊണ്ട് ഞാൻ ആ മനുഷ്യൻ വിഷമിച്ചിരിക്കുകയല്ലേ, കൂടെ നിൽക്കാമെന്ന് ധൈര്യം കൊടുക്കാം, അതിനുശേഷം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കാം. അതിനുശേഷം ഞാൻ പറയുന്നു അതായത് ഈ വീടിന്റെ കാര്യം പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. പുള്ളി ഒരു മറുപടി ഇടുന്നില്ല. ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണ് സാർ, ഒപ്പമുണ്ടാവണം. എന്നിട്ട് ഞാൻ ആശയങ്ങൾ പറയുകയാണ്. നമ്മുടെ ടോട്ടൽ പ്രതിച്ഛായ മാറണം, ജനകീയ വിഷയങ്ങൾ നമ്മുടെ ഇടപെടണം, നമുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ ടീമിനെ ഉണ്ടാക്കണം, സ്ട്രോങ് ആയിട്ടൊരു PR വർക്ക് ചെയ്യണം, നമുക്കൊരു മീഡിയ ഉണ്ടാവണം. അങ്ങനെ ഞാൻ പല കാര്യങ്ങൾ, അതായത് സത്യത്തിനും നീതിക്കും ജനപക്ഷത്തും നിൽക്കുന്ന ഒരു സാബു ജേക്കബും 2020 പാർട്ടിയായിട്ട് നമുക്ക് വളരണം, എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ മെസ്സേജ് അയക്കുന്നു. ഒരു റിപ്ലൈ ഇല്ല. വീണ്ടും സാർ, പാർട്ടി ഘടകം വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യണം. വിജയുടെ പാർട്ടി ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് കേരളത്തിൽ ഫാൻസ് ഉണ്ട്. അപ്പം പുതിയ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറെ പേർ അങ്ങോട്ട് പോകും. ആ നിഷ്പക്ഷരെ നമ്മുടെ കൂടെ കൂട്ടാൻ നമുക്ക് പറ്റണം. ഒരു മറുപടിയില്ല. ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയുകയും ഒരു മറുപടി ഇല്ലാതെ വരികയും ഇപ്പുറത്ത് ധാരാളം പഴി കേൾക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? ഞാനിപ്പോ അതാണ് ഇന്നിപ്പോ ഇവിടെ വീഡിയോ സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു അതായത് ഒരു ഫെബ്രുവരി 11 മുതൽ ഈ നിമിഷം വരെ കേൾക്കേണ്ടി വന്ന പഴിയും ബാധ്യതയും ഞാൻ പതുക്കെ എടുത്ത് താഴെ വയ്ക്കുകയാണ്. അതിനു മുമ്പ് ഫെബ്രുവരി 11 മുന്നേ ഒരു അഖിൽ ഇവിടെ ഉണ്ടായിരുന്നു. പല വിഷയങ്ങൾ ഇടപെട്ട അഖിലുണ്ടായിരുന്നു. സർക്കാരിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, സംസ്ഥാനത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാജ്യദ്രോഹ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ മറ്റേ സെലിബ്രിറ്റി പ്രൊഫൈൽ ഒന്നും വേണ്ട, ആദ്യത്തെ പൗരനായിരിക്കും. 152 BNS പ്രകാരം എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പിണറായി വിജയനെതിരെ പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിലും നമുക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്നും തന്നെ ഞാൻ ഒരു നേട്ടം വെച്ചിട്ട് പോയ ഒരാളല്ല. നേട്ടങ്ങൾ വെച്ചിട്ട് പോകുന്നവർ മിണ്ടാറില്ല, അവർ നിശബ്ദരായി. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എന്റെ സ്വതന്ത്ര കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു ഗുണം. ഇപ്പൊ ഞാൻ പറയും, ഇവിടെ വീട് വെച്ച് കൊടുത്താൽ സ്വാഭാവികമായിട്ടും പലരും പറയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു രാഷ്ട്രീയ നേട്ടം വേണ്ട. ഈ പാവങ്ങളോട് ഞാൻ കൊടുത്തൊരു വാഗ്ദാനമാണ് ഇത് ചെയ്തു തരാമെന്നുള്ള കാര്യം, അത് ചെയ്തു കൊടുക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ സാബുവിനെ എതിർത്തുകൊണ്ട് പാർട്ടിയിലെ മറ്റണികളാരും തന്നെ അഖിൽ മാരാർക്ക് വേണ്ടി പ്രചരണത്തിൽ ഇറങ്ങാനും തയ്യാറായില്ല. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായും അഖിൽ മാരാർ എന്ന സ്ഥാനാർത്ഥിനെ തനിയെ ചുമക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും ചിരിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം 20 ലക്ഷം രൂപ കൊടുത്ത് ഏറെ ആഗ്രഹിച്ച് വാങ്ങിയ തൻ്റെ സ്വന്തം ബൈക്ക് വിറ്റാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള പണം അഖിൽ മാരാർ കണ്ടെത്തിയത്. സ്വന്തം ബൈക്കും വിറ്റ് കയ്യിലെ കാശും കളഞ്ഞ് ആളെണ്ണമില്ലാത്ത ഒരു പാർട്ടിക്ക് വേണ്ടി ചക്ക ചിഹ്നത്തിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയ ഒരേ ഒരു ബിഗ് ബോസ് വിജയി ഒരു പക്ഷേ അഖിൽ മാരാർ മാത്രമായിരിക്കും. അഖിൽ മാരാരുടെ പ്രസ്താവന കേട്ടതൊന്നും താനാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം എന്ന രീതിയിലുള്ള പ്രസ്താവന ഒക്കെ നടത്തുന്നത്. പക്ഷേ ചക്കയിൽ പെട്ടുപോയി. BJP നൽകിയ ഫണ്ട് പോലും അഖിൽ മാരാരുടെ പ്രചരണത്തിന് ഉപയോഗിക്കാൻ സാബുവും ജേക്കബ് തയ്യാറായില്ലെന്ന ആരോപണം സാബുവിൻ്റെ പിശുക്കിനെയും മുതലാളിത്ത തന്ത്രങ്ങളെയും വ്യക്തമാക്കുമ്പോൾ തന്നെ
ഇത്രയൊക്കെ പണി കിട്ടിയിട്ടും കാര്യം മനസ്സിലാവാതിരുന്ന അഖിലിൻ്റെ അവസ്ഥയും പരിഹാസ്യമാണ്. സാബു ജേക്കബ് തൻ്റെ കീശ വീർപ്പിച്ചപ്പോൾ അഖിൽ മാരാർക്ക് സ്വന്തം ബൈക്ക് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സാബു ജേക്കബിൻ്റെ യഥാർത്ഥ സമീപനം കൂടുതൽ വെളിപ്പെടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തന്നെ സാബു അഖിലിനെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയുമുണ്ടായി. ചക്ക വിറ്റ് കാശാക്കിയ ശേഷം ചക്കക്കുരു ദൂരേക്ക് എറിഞ്ഞു കളയുന്ന പോലെ സാബു അഖിലിനെ പാടെ അവഗണിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആക്കണമെന്ന് അഖിൽ മാരാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 2.5 മാസമായിട്ടും ആ ആവശ്യത്തോട് പ്രതികരിക്കാനോ ഒരു മറുപടി നൽകാനോ പോലും സാബു തയ്യാറായിട്ടില്ല. കൊല്ലം ജില്ലാ പ്രസിഡന്റ് പദവി കിട്ടിയാൽ പാർട്ടി കത്തിച്ചേക്കാമെന്ന് കരുതി നടന്ന അഖിലിന് കിട്ടിയത് വീണ്ടും ഒരു മൗനം മാത്രമാണ്. പോരെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ തൃക്കാക്കര മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സാബു ജേക്കബ് തയ്യാറായിട്ടില്ല എന്നുള്ളതും അവിടുത്തെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം യാതൊരു വിധത്തിലും പ്രതികരിക്കാറില്ല എന്നതും അഖിൽ തുറന്നടിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അവർക്കൊപ്പം നിൽക്കാനോ താല്പര്യമില്ലാത്ത ഒരു പാർട്ടി അധ്യക്ഷൻ എന്തിനാണ് ഇത്തരമൊരു സംവിധാനം കൊണ്ടു നടക്കുന്നുള്ള ചോദ്യമാണ് അഖിൽ മാരാർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇത്തരം അനുഭവം തനിക്ക് മാത്രം ഉണ്ടായ ഒന്നല്ല എന്ന് അഖിൽ മാരാർ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിയിൽ പ്രവർത്തിച്ച മറ്റ് പ്രമുഖ നേതാക്കൾക്കും സാബുവിൻ്റെ കയ്യിൽ നിന്ന് സമാനമായ കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. പാർട്ടിയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അഞ്ജലി തന്നോട് നേരിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഏറ്റുമാനൂരിൽ മത്സരിച്ച ആര്യയ്ക്കും സമാനമായ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ സാബു ജേക്കബിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അഖിൽ മാരാർ 2020 വിട്ട് നേരെ പടിക്കാലിയാക്കുന്നത്. ചുരുക്കത്തിൽ ചക്ക ചിഹ്നത്തിന് മധുരം തേടി ചെന്നവർക്കെല്ലാം ഒടുവിൽ ചീഞ്ഞടഞ്ഞ ചക്കക്കുരു പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സാരം. അഖിൽ മാരാർ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ 2020 എന്ന പ്രസ്താവനത്തിനും അതുപോലെ തന്നെ സാബുവും ജേക്കബിനും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ആഘാതം വലുതാണെങ്കിലും അതോടൊപ്പം തന്നെ അഖിൽ മാരാരുടെ രാഷ്ട്രീയ ബുദ്ധിയും സാബുവിൻ്റെ കോർപ്പറേറ്റ് തന്ത്രങ്ങളെയും ഒരുപോലെ വിചാരണ ചെയ്യുന്ന ഒന്നായി ഇത് മാറുക കൂടിയാണ്. വലിയ ഉറപ്പുകൾ നൽകി ആളുകളെ പാർട്ടിയിലെത്തിച്ച് വഞ്ചിക്കുന്ന സാബുവിൻ്റെ രീതി ഒരു വശത്തും ഒരു കമ്പനി മുതലാളിയുടെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച് സ്വന്തം ബൈക്കും കളഞ്ഞ് ഒടുവിൽ ഇറങ്ങിപ്പോരേണ്ടി വന്ന അഖിൽ മാരാരുടെ അവസ്ഥയും മറുവശത്തും രാഷ്ട്രീയ രംഗത്ത് വലിയ ചിരികൾക്കും അതുപോലെ ചർച്ചകൾക്കും വഴിയൊരുക്കുന്നതാണ്. ഒരു വശത്ത് സാബു ജേക്കബ് പാർട്ടി സ്വന്തം കമ്പനിയുടെ ഉപശാഖയെ കൊണ്ടു നടക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയം എന്നത് ബിഗ് ബോസ് ഹൗസ് പോലെയാണെന്ന് തെറ്റിദ്ധരിച്ച അഖിൽ മാരാർ ഒടുവിൽ നിരാശനായി 20 ലക്ഷത്തിൻ്റെ ബൈക്കും പോയി ചക്കക്കുരു പോലും കിട്ടാത്ത രീതിയിൽ പടിയിറങ്ങേണ്ട അവസ്ഥ വന്നു. വരും ദിവസങ്ങളിൽ ഈ ചക്ക രാഷ്ട്രീയത്തിലെ നാടകങ്ങളും അതുപോലെ തമാശകളും വീണ്ടും ചർച്ചയാകുമെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നും വേണ്ട.